ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പലതരം മാംഗോ പുഡിങ് കഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതുപോലൊരു പുഡിങ് ഒരു പക്ഷേ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ സ്പൂൺ ഇത് കഴിക്കുമ്പോഴും അതിൻ്റെ ഹെൽത്ത് ഗുണങ്ങൾ നിങ്ങളിൽ കാണും. ഇതിൽ നമ്മൾ പഞ്ചസാര ഒരു തരി പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ ഹെൽത്തി, സൂപ്പർ ടേസ്റ്റി പുഡിങ് കണ്ടാലോ? ഇതിന് വേണ്ടതായിട്ട് നമ്മൾക്ക് എടുക്കാം മാങ്ങ. ഞാനൊരു വലിയ മാങ്ങ എടുത്ത് ഇതേമാതിരി അതിനെ പൂളി എടുത്ത് എല്ലാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിൻ്റെ പൾപ്പ് എല്ലാം എടുക്കുകയാണ്. ഇതേമാതിരി നമ്മൾ വരഞ്ഞ്, പിന്നെ മാങ്ങയിലുള്ള ഗുണങ്ങൾ ഇതൊരു വിറ്റാമിൻ എയും സിയും ഉള്ളതിനാൽ നമുക്ക് പ്രതിരോധത്തിനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല തിളക്കത്തിനും വേണ്ടി നമുക്ക് വളരെ നല്ലതാണ്. മാങ്ങയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മാങ്ങയും അതിന് പോലുള്ള സാധനങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേമാതിരിയെല്ലാം നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ മാങ്ങ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൾപ്പെല്ലാം എടുത്ത് അടിച്ചെടുക്കാം. കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതേപോലെ തന്നെ BP നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. ഇനി നമ്മൾക്ക് ഇത് ജാറടച്ച് അടിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഒരു പേരയ്ക്കയാണ്. ഇതൊരു വലിയ പേരയ്ക്കയാണ്. ഇതേമാതിരി നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അധികം പേരയ്ക്കയിൽ കുരു ഉണ്ടെങ്കിൽ നമുക്ക് ആ കുരു ഒന്ന് എടുത്ത് കളയാം. ഇതധികം കുരുമില്ലാത്തതിനാൽ ഞാൻ അധികം കളയുന്നില്ല. ഇതേമാതിരി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇത് ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ നമുക്ക് അടിച്ച് ഈ പരുവത്തിൽ എടുക്കാം. പേരയ്ക്കയിൽ വന്നിട്ട് ലോ GI ഉള്ളതിനാൽ ഷുഗർ കൺട്രോൾ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഇനി ഇതിന് വേണ്ടതായിട്ട് ഒരു ബീറ്റ്റൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി നമുക്ക് എടുത്ത് തൊലി കളഞ്ഞ് എടുക്കാം. ഇതേപോലെ നമുക്ക് ചീയെടുക്കാം. ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി മതി. ബീറ്റ്റൂട്ട് വന്നിട്ട് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുവാനും അതേപോലെ ലിവർ ഹെൽത്തിനും വളരെ നല്ലതാണ്. അങ്ങനെ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു വലിയ ടീസ്പൂണ് റാഗി പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റെസിപ്പി കൂടുതൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കട്ടോടയുന്ന വരെ നമുക്ക് ഇതേമാതിരി ഇളക്കി കൊടുക്കാം. റാഗി വന്നിട്ട് കാൽഷ്യം ഉള്ളതിനാൽ നമുക്ക് എല്ലിൻ്റെ ബലത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ റാഗി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശപ്പും തോന്നിക്കുകയില്ല. ഇനി നമുക്ക് ഇത് സ്റ്റവിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. 2 ഏലക്കായയാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ട് നമുക്ക് ഇതേമാതിരി ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഇതധികം മധുരമില്ല, എന്നാലും നമുക്ക് ഒരു ചെറിയ ഒരു മധുരത്തിന് വേണ്ടി ഞാൻ 1 ടീസ്പൂണ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ്റൂട്ട് പകുതി ഇതിൽ ചീയിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഇത്തിരി കട്ടിയിൽ നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. റായും ബീറ്റ്റൂട്ടും കൂടി ചേരുമ്പോൾ നമുക്ക് ഇത് കുറുക്കി അതേപോലെ അടിച്ചെടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് ഓരോ ടീസ്പൂണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് കുറുക്കി വെച്ചിരിക്കുന്നത് ജാറിലിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അങ്ങനെ നമുക്ക് ഈ പുഡിങ് നമുക്ക് ഗ്ലാസ്സിലേക്ക് നിറയ്ക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഇത് പേരയ്ക്കയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുന്നേറായി കുറുക്കിയതിട്ടു, പിന്നെ പേരയ്ക്ക അടിച്ചെടുത്ത് ഇട്ടു. ഇനി നമുക്ക് കുറച്ചും കൂടിയും റായി കുറുക്കിയത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതേമാതിരി നമുക്ക് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി നമ്മൾ ഐസ് കുറച്ച് പൊടിച്ച് വെച്ചതാണ്. കുറച്ച് ഐസും കൂടി ചേരുമ്പോൾ നമുക്ക് വളരെ രുചിയായിരിക്കും കഴിക്കാൻ. ഐസ് വേണ്ടാത്തവർക്ക് ഇടണ്ട. ഇത് കുറച്ച് തണുപ്പും കൂടി നമുക്ക് കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും.
ഇനി നമുക്ക് മുകളിൽ ഇത് കുറേശ്ശെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പേരക്ക വെട്ടിയതും അതേപോലെ തന്നെ മാങ്ങയും അതേപോലെ കുറച്ച് പിസ്തയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ പുഡിങ് തയ്യാറായി വന്നിട്ടുണ്ട്. മാങ്ങയും കൂടി എല്ലാം കൂടി നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പുഡിങ് നമ്മൾ എല്ലാവരും വീടുകളിൽ ഒന്നുണ്ടാക്കി നോക്കണ്ടേ? ഇതുണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ നമ്മുടെ ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റുകളും അതേപോലെ തന്നെ നല്ല സ്മൂത്തികളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ പുഡിങ് റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.